മക്കൾ ഇതര മതവിഭാഗത്തിൽപ്പെട്ടവരെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതിനോട് യാഥാസ്ഥിതികരായ ചില മാതാപിതാക്കൾ എതിർപ്പ് പ്രകടിപ്പിക്കാറുണ്ട്. എന്നാൽ ആ എതിർപ്പെല്ലാം മറികടന്ന് സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിക്കുന്ന യുവാക്കളുണ്ട് നമ്മുടെ ഇടയിൽ. ഒരു കുഞ്ഞൊക്കെ ഉണ്ടാകുമ്പോൾ അച്ഛനമ്മമാരുടെ എല്ലാ പിണക്കവും മാറുന്നതാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. എന്നാൽ കർണാടകയിൽ ദളിത് യുവാവിനൊപ്പം ഒളിച്ചോടിപ്പോയ മകളോട് വീട്ടുകാർക്ക് തീർത്താൽ തീരാത്ത പകയായിരുന്നു. അവൾ ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും മകളെ സ്വീകരിക്കാൻ കുടുംബം തയ്യാറായില്ല. ഒടുവിൽ കല്യാണം കഴിഞ്ഞ് 7 മാസം പൂർത്തിയാകും മുൻപ് 19-കാരിയെ അച്ഛനും സഹോദരനും ബന്ധുവും ചേർന്ന് വെട്ടി കൊലപ്പെടുത്തുന്നു. പെൺകുട്ടിയുടെ ഭർത്തൃ വീട്ടുകാരെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഇതോടൊപ്പം പാലക്കാട് വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ കരളലിയിപ്പിക്കുന്ന കഥകളും പുറത്തുവരുന്നു. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. വീട്ടുകാരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ജാതി മാറി പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് മഹാ അപരാധമാണെന്ന് കരുതുന്ന ഒരു തലമുറയുണ്ട് ഈ രാജ്യത്ത്. പ്രത്യേകിച്ച് ജാതീയത കൊടികുത്തി വാഴുന്ന ചില സംസ്ഥാനങ്ങളിൽ ജാതിയുടെ പേരിൽ കൊല്ലും കൊലയും നടക്കുന്നത് നിത്യസംഭവമാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ. ഇഷ്ടപ്പെട്ടയാളെ പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ പിന്നെ പകയും പ്രതികാരവുമായി. ഒടുവിൽ ദുരഭിമാന കൊലകൾ പോലും അരങ്ങേറുന്നു. ദളിത് യുവാവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചതിന് ഗർഭിണിയായ യുവതിയെ അച്ഛനും സഹോദരനും ബന്ധുവും ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തിയത് കർണാടകയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഹുബളി സ്വദേശിനി മന്യ പാട്ടീൽ എന്ന 19-കാരിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 3 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഭർതൃമാതാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഹുബ്ബള്ളി ഇനാം വീരാപുര ഗ്രാമത്തിലെ ലിംഗായത്ത് സമുദായത്തിൽപ്പെട്ട മന്യയും ദളിത് വിഭാഗത്തിൽപ്പെട്ട വിവേകാനന്ദയും കഴിഞ്ഞ മെയ്യിലാണ് വിവാഹിതരായത്. ബിരുദ വിദ്യാർത്ഥികളായിരുന്നു ഇരുവരും. മന്യയുടെ കുടുംബത്തിന്റെ കടുത്ത എതിർപ്പിനെ മറികടന്നായിരുന്നു വിവാഹം. തുടർന്ന് ഇരുവരും ഹാവേരിയിലേക്ക് താമസം മാറി. മന്യ ഗർഭിണിയായതിനെ തുടർന്ന് കഴിഞ്ഞ 9-നാണ് ഗ്രാമത്തിലേക്ക് ഇവർ മടങ്ങിയെത്തിയത്. പിന്നാലെ മന്യയുടെ വീട്ടുകാർ വിവേകാനന്ദയുടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി. പോലീസ് ഇരു കുടുംബങ്ങളെയും വിളിച്ചു വരുത്തി ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് മന്യയുടെ അച്ഛൻ പ്രകാശ് ഗൌഡ പാട്ടീലും സഹോദരൻ അരുൺ അടക്കമുള്ളവരും സംഘവും ഇവർ താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഇരച്ചു കയറി ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ വിവേകാനന്ദയുടെ അച്ഛൻ, അമ്മ, ബന്ധു അടക്കം വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ പേർക്കും വെട്ടേറ്റു. ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ മന്യയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. Yesterday there was an incident wherein one girl by name Manya, about 20 years, and her family members were beaten up by the father of the girl and their relatives. And in the incident at about 9:15 the girl has passed away in Vivekananda Hospital, and after that the body is shifted to KIMS, and the procedures of inquest and postmortem is going on. After this the body will be taken to Inam Veerapur, where the last rites are going to be conducted. 4 മാസം ഗർഭിണിയായിരുന്നു മന്യ. സംഭവത്തിൽ മന്യയുടെ അച്ഛൻ പ്രകാശ, സഹോദരൻ അരുൺ, ബന്ധു വീരണ്ണ എന്നിവരെ ഹുബ്ബള്ളി റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ വിവേകാനന്ദയുടെ അമ്മ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 ബംഗളൂരു. ശരീരമെമ്പാടും അടിയേറ്റ പാടുകൾ, നെഞ്ചത്തും മുഖത്തും ഇടുപ്പിനും ചവിട്ടും മർദ്ദനവുമേറ്റ മുറിവുകൾ. ശരീരത്തിൽ അടിയേൽക്കാത്ത സ്ഥലമില്ല. ആൾക്കൂട്ട മർദ്ദനത്തിനിരയായ രാംനാരായണൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ചോര തുപ്പി. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതികൾ രാംനാരായണനെ മർദ്ദിച്ചതെന്ന് പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വാളയാർ അട്ടപ്പള്ളത്ത് ആൾക്കൂട്ട മർദ്ദനത്തിൽ ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണൻ കൊല്ലപ്പെട്ട കേസിൽ അറസ്റ്റിലായവർ മറ്റു നിരവധി കേസുകളിലും പ്രതിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. പ്രതികളുടെ രാഷ്ട്രീയ ബന്ധവും ചർച്ചയാവുകയാണ്. അതേസമയം കേസിൽ പോലീസിന് വീഴ്ച സംഭവിച്ചെന്നും വിമർശനമുയരുന്നു.
കഴിഞ്ഞ ബുധനാഴ്ച 1 മണിക്കും 4 മണിക്കും ഇടയിലുള്ള സമയത്താണ് രാംനാരായണന് മർദ്ദനമേറ്റതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് രാംനാരായണനെ പ്രതികൾ മർദ്ദിച്ചത്. പ്രതികൾ വടി ഉപയോഗിച്ച് ഇതര സംസ്ഥാനക്കാരനായ യുവാവിന്റെ തലയ്ക്കും മുതുകിലും ക്രൂരമായി അടിച്ചു. നെഞ്ചത്തും ഇടുപ്പിലും മുഖത്തും ക്രൂരമായി ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദനത്തെ തുടർന്ന് രാംനാരായണൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ചോര തുപ്പിയതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തുടർന്ന് പോലീസ് എത്തി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കയറ്റി അയക്കുകയായിരുന്നു. രാത്രി 7:40 മരണം സംഭവിച്ചു. വാളയാർ സ്റ്റേഷനിൽ നിന്നെത്തിയ പോലീസിനും സംഭവത്തിൽ വലിയ വീഴ്ചയുണ്ടായതായി സൂചനയുണ്ട്. സംഭവം ഗുരുതരമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും വാഹനത്തിൽ ഒപ്പം പോകുന്നതിനോ രാംനാരായണനെ ആശുപത്രിയിൽ നേരിട്ടെത്തിക്കുന്നതിനോ പോലീസ് തയ്യാറായില്ലെന്ന് അറസ്റ്റിലായ 5 പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. രാംനാരായണൻ മരിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് പോലീസ് കേസിലേക്കും മറ്റ് നടപടികളിലേക്കും കടന്നത്. ഇതിനിടെ പ്രതികളെന്ന് ആരോപിക്കപ്പെട്ടവർ പലരും രക്ഷപ്പെടുകയും ചെയ്തു. 15ഓളം പേരെ അന്നു തന്നെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഏറെ പേരെയും പിന്നീട് വിട്ടയച്ചു. പേരാണ് രാംനാരായണനെ മർദ്ദിച്ചതെന്നാണ് പ്രാഥമിക വിവരം. എന്നാൽ വാളയാർ പോലീസ് അറസ്റ്റ് ചെയ്തത് 5 പേരെ മാത്രം. പിടിയിലാവാനുള്ള പലരും നാടുവിട്ടു. ക്രൈംബ്രാഞ്ച് നടത്തിയ പ്രാഥമിക പരിശോധനകളിലാണ് അറസ്റ്റ് ഭയന്ന് 10ലേറെ പേർ ഒളിവിൽ പോയതായി കണ്ടെത്തിയത്. പിടിയിലായവരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ചില സ്ത്രീകളും രാംനാരായണനെ വടികൊണ്ട് തല്ലിയതായി സൂചനയുണ്ട്. കൂടുതൽ വീഡിയോ ദൃശ്യങ്ങളും സാഹചര്യ തെളിവുകളും ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു വരികയാണ്. ക്രൈംബ്രാഞ്ച് സംഘം പൂർണ്ണ അന്വേഷണ ചുമതല ഏറ്റെടുക്കുന്ന മുറയ്ക്ക് റിമാൻഡിലുള്ളവരെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് നടത്തും. കേസിലെ മറ്റ് പ്രതികളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾക്കും ക്രൈംബ്രാഞ്ച് സംഘം ഉടൻ നീങ്ങുമെന്നാണ് സൂചന. നിലവിൽ ചുമത്തിയിട്ടുള്ള കൊലപാതക കുറ്റത്തിന് പുറമെ ആൾക്കൂട്ട കൊലപാതകം, SC/ST പീഡന നിരോധന നിയമം തുടങ്ങിയ വകുപ്പുകൾ കൂടി പ്രതികൾക്കെതിരെ ചുമത്തണമെന്ന് ബന്ധുക്കളും പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 5 പ്രതികൾക്ക് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ട് ഇതിലെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നടക്കൊണ്ടിരിക്കുകയാണ്. സോ അന്വേഷണം പ്രകാരം ഇതിലെ വേറെ ഏത് ഓഫൻസുകളാണ് അട്രാക്റ്റ് ആയിട്ട് വരുന്നത്, ആ ഓഫൻസുകളിൻ്റെ ബന്ധപ്പെട്ട സെക്ഷൻ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പോകുന്നു. ആസ് പെർ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഫർദർ പ്രോഗ്രസ് കേസിൻ്റെ. അതിനിടെ പ്രതികളുടെ രാഷ്ട്രീയവും ക്രിമിനൽ പശ്ചാത്തലവും ചർച്ചയാകുകയാണ്. നിലവിൽ അറസ്റ്റിലായ 4 പേരും BJP അനുഭാവികളാണ്. 1-ാം പ്രതി അനു 15ഓളം കേസുകളിലെ പ്രതിയാണ്. മാരകായുധങ്ങളുമായുള്ള ആക്രമണം, അടിപിടി എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. 2-ാം പ്രതി പ്രസാദിനും 3-ാം പ്രതി മുരളിക്കുമെതിരെ വാളയാർ സ്റ്റേഷനിൽ 2 വീതം കേസുകളുണ്ട്. 4-ാം പ്രതി ആനന്ദിനെതിരെ വാളയാർ പോലീസ് സ്റ്റേഷനിൽ 1 കേസുണ്ട്. 5-ാം പ്രതി വിപിൻ പാലക്കാട് ടൗൺ നോർത്ത് സ്റ്റേഷനിലെ 2 കേസുകളിലും വാളയാർ സ്റ്റേഷനിലെ 1 കേസിലും പ്രതിയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന ആവശ്യവും അന്വേഷണ സംഘം കോടതിയിൽ ഉന്നയിക്കും. ന്യൂസ് 18 പാലക്കാട്. പോലീസ് കലൂരിലെ ഹോട്ടലിലെത്തിയപ്പോൾ നടൻ ഷൈൻ ടോം ചാക്കോ 3-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയത് എന്തിനായിരിക്കും? ലഹരി കേസിൽ നടനെ പോലീസ് സംശയമുനയിൽ നിർത്തിയത് അന്നത്തെ ആ ചാട്ടമാണ്. എന്നാൽ ഫോറൻസിക് പരിശോധനാ ഫലം വന്നപ്പോൾ നടൻ ലഹരി ഉപയോഗിച്ചിരുന്നില്ലെന്ന് കണ്ടെത്തൽ. കേസിൽ പോലീസ് കോടതിയിൽ ഉടൻ റിപ്പോർട്ട് നൽകും. ഷൈനിനെയും സുഹൃത്തിനെയും പ്രതിപ്പട്ടികയിൽ നിന്നും ഒഴിവാക്കിയാകും റിപ്പോർട്ട് സമർപ്പിക്കുക. ഇതോടെ ഈ കേസ് ഇല്ലാതാകുമെന്നാണ് സൂചന. സംസ്ഥാനത്ത് ആദ്യമായി കൊക്കൈൻ ഉപയോഗവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിലും ഷൈനിനെ 10 വർഷത്തിന് ശേഷം കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. കലൂരിലെ ഹോട്ടലിന്റെ 3-ാം നിലയിൽ നിന്ന് ചാടിയതുൾപ്പെടെയുള്ള സംഭവങ്ങൾ അരങ്ങേറിയ ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിരുന്നില്ലെന്നാണ് കണ്ടെത്തൽ. ഫോറൻസിക് പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോമിനെതിരായ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതോടെ ഈ കേസ് ഇല്ലാതാകും. കൊച്ചി അടക്കമുള്ള ഇടങ്ങളിൽ ലഹരി വിതരണം ചെയ്യുന്നതിന് നേതൃത്വം നൽകുന്നയാളെ പിന്തുടർന്നാണ് കലൂരിലെ ഒരു ഹോട്ടലിന്റെ പരിസരത്ത് ഡാൻസ് ഓഫ് സംഘം എത്തിയത്. തുടർന്നാണ് നടൻ ഷൈൻ ടോം ചാക്കോയും ഒരു സുഹൃത്തും ഇവിടെയുള്ളതായി ഡാൻസ് ഓഫ് സംഘത്തിന് മനസ്സിലാകുന്നത്.
ഡാൻസ് ഓഫ് സംഘം ഷൈൻ ടോമിന്റെ മുറിയിലെത്തിയെങ്കിലും ഷൈൻ പിന്നിലെ ജനാല വഴി താഴേക്ക് ചാടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. മുറി പരിശോധിച്ച ഡാൻസ് ഓഫ് സംഘത്തിന് പക്ഷേ ലഹരിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ കണ്ടെത്താനായില്ല. എന്നാൽ പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു ഷൈൻ ഓടിയതെന്നും അത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടാണെന്നുമായിരുന്നു പോലീസ് നിലപാട്. തുടർന്ന് ഷൈനിനും സുഹൃത്ത് അഹമ്മദ് മുർഷാദിനുമെതിരെ NDPS നിയമത്തിലെ സെക്ഷൻ 27 അനുസരിച്ച് കേസെടുക്കുകയും ചെയ്തു. ഒളിവിലായിരുന്ന ഷൈൻ 2 ദിവസത്തിനു ശേഷം പോലീസ് മുമ്പാകെ ചോദ്യം ചെയ്യലിന് ഹാജരായി. തുടർന്ന് മുടി, നഖം അടക്കമുള്ളവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഷൈനിന്റെ ശരീരത്തിൽ ലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. ഷൈൻ ലഹരി ഉപയോഗിച്ചിട്ടാണ് അസ്വാഭാവികമായി പെരുമാറിയതെന്ന പോലീസ് വാദം തള്ളിക്കളയുന്നതാണ് സ്റ്റേറ്റ് ഫോറൻസിക് ലബോറട്ടറിയുടെ റിപ്പോർട്ട്. വാതിലിൽ മുട്ടിയത് പോലീസാണെന്ന് തനിക്കറിയില്ലായിരുന്നുവെന്നും ഗുണ്ടകളാണെന്ന് കരുതിയാണ് ഓടിയതെന്നുമായിരുന്നു ഷൈനിന്റെ അന്നത്തെ പ്രതികരണം. നേരത്തെ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലീമ എന്ന സ്ത്രീയെ പിടികൂടിയ സംഭവത്തിലും ഷൈനിൽ നിന്ന് എക്സൈസ് മൊഴിയെടുത്തിരുന്നു. എന്നാൽ ഷൈനിന് ഇതിൽ പങ്കില്ലെന്ന് കണ്ടെത്തുകയായിരുന്നു. സംസ്ഥാനത്ത് ആദ്യമായി കൊക്കെയ്ൻ ഉപയോഗവുമായി ബന്ധപ്പെട്ട് 2015 രജിസ്റ്റർ ചെയ്ത കേസിലും ഷൈനിനെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും 10 വർഷത്തിനു ശേഷം 2025 കോടതി കുറ്റവിമുക്തനാക്കുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം നഗരത്തിൽ ആ സാധുവായ മനുഷ്യർ അന്ന് അനുഭവിച്ച അപമാനവും പിന്നീടുണ്ടായ വേട്ടയാടലും മലയാളികളുടെ മനസ്സിനേറ്റ മുറിവായിരുന്നു. ഒരു KSRTC ഡ്രൈവറെയാണ് ഭരണകൂടം കള്ളക്കേസെടുത്ത് പകവീട്ടിയത്. അവിടെ തോന്നിയാസം കാണിച്ചത് മേയറും കുടുംബവുമെന്ന് പകൽ പോലെ വ്യക്തം. പക്ഷേ ആര്യ രാജേന്ദ്രനെയും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവിനെയും കേസിൽ നിന്നും ഒഴിവാക്കി. എന്നാൽ ജനങ്ങളുടെ കോടതി മാത്രമല്ല, നാട്ടിലെ നീതിപീഠവും എല്ലാം നോക്കിയിരിക്കുന്നുണ്ട്. KSRTC മുൻ ഡ്രൈവറായിരുന്ന യദുവിനെ ആക്രമിച്ച കേസിൽ ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ് എന്നിവർക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു. ഇവരെ ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിച്ചതിനെതിരെ യദു നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് കോടതിയുടെ നടപടി. ആര്യ രാജേന്ദ്രൻ, ഭർത്താവും ബാലുശ്ശേരി MLAയുമായ സച്ചിൻ ദേവ്, മേയറുടെ സഹോദരൻ അരവിന്ദിന്റെ ഭാര്യ ആര്യ എന്നിവരെ ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിച്ചതിനെതിരെ യദു നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് കോടതി നോട്ടീസ് അയച്ചത്. ജനുവരി 21 നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ ഇവർ ഹാജരാകണം. FIRൽ പേരുള്ള എല്ലാവരെയും പ്രതിയാക്കണമെന്നും ഇപ്പോൾ സമർപ്പിച്ച കുറ്റപത്രം തള്ളണമെന്നുമാണ് യദുവിന്റെ ഹർജിയിലെ ആവശ്യം. തന്നോടൊപ്പം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കണ്ടക്ടർ സുബിനെ കൂടി പ്രതിയാക്കണമെന്നാണ് പുതിയ ഹർജിയിൽ യദുവിന്റെ ആവശ്യം. സുബിനാണ് ബസ്സിലുണ്ടായിരുന്ന ക്യാമറയുടെ മെമ്മറി കാർഡ് മേയറടക്കമുള്ള പ്രതികളുടെ സമ്മർദ്ദത്തെ തുടർന്ന് നശിപ്പിച്ചതെന്നാണ് ആരോപണം. ഏപ്രിൽ 27 പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ചായിരുന്നു വിവാദ സംഭവം. ആര്യയും സച്ചിനും അടക്കമുള്ളവർ സഞ്ചരിച്ച സ്വകാര്യ വാഹനം KSRTC ബസ് തടയുകയായിരുന്നു. പിന്നാലെ തർക്കവുമുണ്ടായി. ജോലി തടസ്സപ്പെടുത്തിയതിനും അസഭ്യം പറഞ്ഞതിനും മേയർക്കും MLAയ്ക്കുമെതിരെ ഡ്രൈവർ യദു പരാതി നൽകിയിട്ടും ആദ്യം പോലീസ് കേസെടുത്തില്ല. യദു നൽകിയ സ്വകാര്യ ഹർജി പരിഗണിച്ച കോടതി നിർദ്ദേശിച്ചത് അനുസരിച്ചാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. എന്നാൽ മേയർ അടക്കമുള്ളവരെ ഒഴിവാക്കിയാണ് പോലീസ് കുറ്റപത്രം നൽകിയത്. നിലവിൽ മേയറുടെ സഹോദരൻ അരവിന്ദ് എന്ന നന്ദു മാത്രമാണ് പ്രതി. മേയർക്കെതിരെ അശ്ലീലാംഗ്യം കാണിച്ചതിന് യദുവിനെതിരെയും കേസുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. തടവുകാരിൽ നിന്ന് പണം കൈക്കൂലി വാങ്ങിയതിന് തെളിവുകൾ ഉണ്ടായിട്ടും ജയിൽ DIG വിനോദ് കുമാറിനെ ആരാണ് സംരക്ഷിക്കുന്നത്? വിജിലൻസ് കേസെടുത്തിട്ടും പോലീസ് ഉന്നതനെതിരെ ഇതുവരെയും യാതൊരു നടപടിയുമില്ല. വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ വിജിലൻസ് മേധാവി സർക്കാരിന് ശുപാർശ നൽകിയിട്ടുണ്ട്. IPS ഉദ്യോഗസ്ഥന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തിലും കൂടുതൽ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. പരിശോധനയിൽ കൂടുതൽ രേഖകൾ ഉൾപ്പെടെ വിജിലൻസ് പിടിച്ചെടുത്തു.
ഗുണ്ടാ ക്രിമിനൽ സംഘങ്ങളുമായുള്ള വിനോദ് കുമാറിന്റെ ബന്ധങ്ങളും പരിശോധിക്കേണ്ടതാണ്. കൈക്കൂലിക്കേസിൽ പ്രതിയായ ജയിൽ DIG MK വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ വിജിലൻസ് മേധാവിയാണ് ശുപാർശ ചെയ്തത്. വിഷയത്തിൽ സർക്കാർ ഉടൻ നടപടി സ്വീകരിക്കുമെന്നാണ് സൂചന. ഡിസംബർ 17-നാണ് വിനോദ് കുമാറിനെതിരെ വിജിലൻസ് കേസെടുത്തത്. കുറ്റവാളികൾക്ക് പരോളിനും ജയിലിൽ സൗകര്യങ്ങളൊരുക്കാനും DIG പണം വാങ്ങിയെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. കൊടിസുനിയും അണ്ണൻ സിജിത്തുമടക്കം TP കേസിലെ പ്രതികൾക്ക് ജയിലിൽ സൗകര്യങ്ങളൊരുക്കാൻ ഇവരുടെ ബന്ധുക്കളിൽ നിന്ന് വിനോദ് കൈക്കൂലി വാങ്ങിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. സുനിയുടെ കൊട്ടേഷന്റെ തെളിവുകൾ നശിപ്പിക്കാനും വിനോദ് കുമാർ കൂട്ടുനിന്നതായാണ് ആരോപണം. അനധികൃത സ്വത്ത് സമ്പാദനത്തിലും വിനോദ് കുമാറിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. വിജിലൻസ് സ്പെഷ്യൽ സെല്ലാണ് അന്വേഷണം തുടങ്ങിയത്. DIGയുടെ വീട്ടിലും ക്വാർട്ടേഴ്സിലും വിജിലൻസ് റെയ്ഡ് നടത്തി. ബാങ്ക് രേഖകളും ഭൂമി ഇടപാടുകളുടെ രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. പന്ത്രണ്ട് തടവുകാരുടെ ബന്ധുക്കളിൽ നിന്ന് വിനോദ് കുമാർ പണം വാങ്ങിയിട്ടുള്ളതായാണ് കണ്ടെത്തൽ. ഗൂഗിൾ പേ വഴിയും ഇടനിലക്കാരൻ വഴിയുമാണ് പണം വാങ്ങിയിരുന്നത്. വിയ്യൂർ ജയിലിലെ വിരമിച്ച ഉദ്യോഗസ്ഥനായിരുന്നു ഇടനിലക്കാരൻ. സ്ഥലം മാറ്റത്തിനായി വിനോദ് കുമാർ ജീവനക്കാരിൽ നിന്നും പണം വാങ്ങിയിരുന്നെന്നും വിവരമുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിൽ വരും. ഇടനിലനിന്നവരടക്കം കൂടുതൽ പേരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. കണ്ണൂർ ജയിൽ സൂപ്രണ്ടായിരുന്നപ്പോൾ സ്ഥിരമായി ജോലിക്ക് ഹാജരാകാത്തതിന് സസ്പെൻഷൻ നടപടി നേരിട്ടയാളാണ് വിനോദ് കുമാർ. TP കേസിലെ പ്രതികൾക്ക് വിയ്യൂരിൽ വഴിവിട്ട സൗകര്യങ്ങൾ ഒരുക്കിയതിനും സസ്പെൻഷൻ ഉണ്ടായി. ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ച് വകുപ്പ് തല അന്വേഷണങ്ങളെല്ലാം ഒതുക്കിയതോടെ വിനോദ് കുമാറിനെ DIG-ആയി ജയിൽ ആസ്ഥാനത്ത് നിയമിച്ചു. വിരമിക്കാൻ 4 മാസം ബാക്കി നിൽക്കെയാണ് വിനോദ് വിജിലൻസ് കേസിൽ പ്രതിയാകുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രതി മാർട്ടിൻ്റെ വീഡിയോ സൈബർ കൊട്ടേഷനായിരുന്നു. ആ വീഡിയോ പ്രചരിപ്പിക്കാൻ ആരാണ് ഇടപെട്ടത്? അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുന്ന വീഡിയോ പ്രചരിപ്പിച്ചവരും ഷെയർ ചെയ്തവരുമെല്ലാം കരുതിയിരുന്നു നിങ്ങൾക്കുള്ള പണി പിന്നാലെ വരുന്നുണ്ട്. രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിയുടെ വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവെച്ച 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന. കേസിൽ മാർട്ടിനെതിരെ നേരത്തെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിലെ രണ്ടാം പ്രതിയായ മാർട്ടിന്റെ വീഡിയോ പങ്കുവച്ച 3 പേരെ തൃശൂർ സിറ്റി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം, ആലപ്പുഴ, തൃശൂർ സ്വദേശികളാണ് പിടിയിലായവർ. ഇവർ പണം വാങ്ങി ദുരുദ്ദേശത്തോടെ വീഡിയോ ഷെയർ ചെയ്തുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. 200-ലേറെ സൈറ്റുകളിൽ ഇത്തരത്തിൽ വീഡിയോ ഷെയർ ചെയ്തതായും പോലീസ് കണ്ടെത്തി. ഈ സൈറ്റുകളെല്ലാം പോലീസ് ഇല്ലാതെയാക്കിയിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിതയുടെ 72, 75, IT ആക്ട് സെക്ഷൻ 67 ഉൾപ്പെടെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയാണ് നടപടി. വീഡിയോ ഷെയർ ചെയ്തവർക്കെതിരെയും കർശന നടപടി ഉണ്ടാകുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോഴും പ്രചരിക്കുന്ന പേജുകളിൽ നിന്ന് വീഡിയോ നീക്കം ചെയ്യാൻ അഡ്മിന്മാർക്ക് നിർദ്ദേശം നൽകി. സംഭവത്തിൽ കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി വീഡിയോ പോസ്റ്റ് ചെയ്ത മാർട്ടിനെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. ഈ വീഡിയോ പങ്കുവച്ചവർക്കെതിരെയും നടപടി വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും വ്യക്തിപരമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുവെന്നുമായിരുന്നു അതിജീവിതയുടെ പരാതി. മാർട്ടിന്റെ വീഡിയോയിൽ ഗൂഢാലോചന സംശയിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത്. സമൂഹ മാധ്യമങ്ങളിൽ അതിജീവിതയെ അധിക്ഷേപിക്കാനായി ആരെങ്കിലും സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടോ എന്നതടക്കമാണ് പോലീസ് പരിശോധിച്ചത്. ജീവിതയ്ക്ക് എതിരെയുള്ള കുറിപ്പുകളിൽ സാമ്യതയുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 തൃശൂർ. BJP നേതാക്കൾ ക്രിസ്മസ് കേക്കുമായി അരമനകളും വീടുകളും കയറി ഇറങ്ങുന്ന കാലമാണ്. എന്നാൽ പ്രവർത്തകർക്ക് കേക്കും കരോളും ഒക്കെ കണ്ടാൽ ഹാലിളകും. പാലക്കാട് കരോൾ സംഘത്തെ ആക്രമിച്ച RSS BJP പ്രവർത്തകരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്.
സ്കൂൾ വിദ്യാർത്ഥികളായ 10 അംഗ സംഘത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കേസിൽ പുതുശ്ശേരി സ്വദേശി അശ്വിൻ രാജിനെ കസബ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടുതൽ പ്രതികൾ ഉടൻ അറസ്റ്റിലാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഞായറാഴ്ച രാത്രിയാണ് സ്കൂൾ വിദ്യാർത്ഥികളായ 10 അംഗ സംഘം ക്രിസ്മസ് കരോളും ബാൻഡ് വാദ്യങ്ങളുമായി കാളാണ്ടിത്തറയിൽ എത്തിയത്. ഈ സമയം സംഘം കൂടി നിന്നിരുന്ന RSS BJP പ്രവർത്തകർ ഇവരെ തടഞ്ഞ് പ്രദേശത്ത് കരോളുമായി വരരുതെന്ന് ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി. ഇതിനിടയിൽ അശ്വിൻ രാജ് ചില കുട്ടികളെ മർദ്ദിക്കുകയും ഇവരുടെ പക്കലുണ്ടായിരുന്ന ബാൻഡ് ഉപകരണങ്ങൾ തള്ളിപ്പൊട്ടിക്കുകയും ചെയ്തതായാണ് പരാതി. സ്കൂൾ വിദ്യാർത്ഥികളായ 14 പേരാണ് കരോൾ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കുട്ടികൾ ഉടൻ തന്നെ പുതുശ്ശേരിയിലെ CPM പ്രവർത്തകരെ വിവരമറിയിച്ച് അവരോടൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അശ്വിൻ രാജിനെ പിടികൂടിയത്. ഇയാൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേസിൽ മുഴുവൻ പ്രതികളെയും തിരിച്ചറിഞ്ഞെന്നും കൂടുതൽ പ്രതികൾ ഉടൻ അറസ്റ്റിലാകുമെന്നും പോലീസ് അറിയിച്ചു. അറസ്റ്റിലായ അശ്വിൻ രാജ് അടിപിടി ഉൾപ്പെടെ 3 കേസുകളിൽ പ്രതിയാണ്. അതേസമയം ഇയാൾക്ക് RSSുമായോ BJPയുമായോ ബന്ധമില്ലെന്നും മദ്യലഹരിയിലുണ്ടായ ആക്രമണമാണിതെന്നും BJP പ്രാദേശിക നേതൃത്വം പറയുന്നു. ന്യൂസ് 18 പാലക്കാട്. ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടവർക്കെല്ലാം ഇപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ്. ആരൊക്കെ സംരക്ഷിക്കാൻ നോക്കിയാലും ഏത് ഉന്നതനാണേലും വീടും കേട്ടോ. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും ചോദ്യം ചെയ്താൽ കൂടുതൽ പേരുടെ പങ്ക് പുറത്തുവരുമെന്നാണ് സൂചന. ഇവരെ വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങിയിട്ടുണ്ട്. അതേസമയം തന്നെ കള്ളക്കേസിൽ കുടുക്കിയെന്നാണെന്ന് ആരോപിച്ച് ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. SIT സ്വർണം പിടിച്ചെടുത്തത് ഭീഷണിപ്പെടുത്തിയാണെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് ആരോപിച്ചാണ് ബെല്ലാരിയിലെ റോഥം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയ ശേഷം ബാക്കി വന്ന 474 ഗ്രാം സ്വർണത്തിന് പകരമായി 9,99,995 രൂപ 5 ഡിമാൻഡ് ഡ്രാഫ്റ്റുകളായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകിയെന്ന് ഗോവർദ്ധൻ പറയുന്നു. ദേവസ്വം ബോർഡിന്റെ അന്നദാന ട്രസ്റ്റിലേക്കാണ് ഈ തുക കൈമാറിയത്. പണം നൽകിയതിന്റെ രേഖകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ശബരിമലയിൽ ഏകദേശം 2,73,000 രൂപ വിലമതിക്കുന്ന ഒരു സ്വർണമാലയും താൻ നിർമ്മിച്ചു നൽകിയിട്ടുണ്ടെന്ന് ജാമ്യാപേക്ഷയിൽ പറയുന്നു. ഈ സ്വർണമാലയ്ക്കായി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിൽ 43,000 രൂപ മുടക്കി ഇൻഷുറൻസ് എടുത്തിരുന്നു. അന്വേഷണ സംഘം തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ജ്വല്ലറിയിൽ നിന്ന് 474 ഗ്രാം സ്വർണം പിടിച്ചെടുത്തത്. സ്വർണത്തിന് പകരമുള്ള പണം ദേവസ്വത്തിന് നേരത്തെ നൽകിയ സാഹചര്യത്തിൽ വീണ്ടും സ്വർണം പിടിച്ചെടുത്തതിലൂടെ തനിക്ക് ഇരട്ടി നഷ്ടം സംഭവിച്ചുവെന്നാണ് ഗോവർദ്ധൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന കണക്കുകൂട്ടലാണ് അന്വേഷണ സംഘം. റിമാൻഡിലുള്ള ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് നീക്കം. അതേസമയം N വാസുവിനെ കൊല്ലം വിജിലൻസ് കോടതി ജനുവരി 5 വരെ റിമാൻഡ് ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. നിങ്ങളുടെ വാഹനം കൺമുന്നിൽ വെച്ചൊരു കള്ളൻ മോഷ്ടിക്കുന്നത് കണ്ടാൽ എന്താകും ചെയ്യുക? സ്വാഭാവികമായും മോഷ്ടാവിന് പിന്നാലെ ഓടും. അയാളെ പ്രതിരോധിക്കാനും നോക്കും. എന്നാൽ ഇപ്പോൾ കയ്യിൽ ആയുധം കൊണ്ടാണ് കവർച്ചാ സംഘം ഇറങ്ങുന്നത്. മോഷണം തടഞ്ഞാൽ ചിലപ്പോൾ അവർ ആക്രമിക്കാനും സാധ്യതയുണ്ട്. കൊല്ലം പരവൂരിൽ ബൈക്ക് മോഷണം തടഞ്ഞ വ്യാപാരിയെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിലേക്കാണ്.
കടയ്ക്ക് മുന്നിൽ വെച്ചിരുന്ന ബുള്ളറ്റ് മോഷ്ടിക്കുന്നത് തടഞ്ഞ വ്യാപാരിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കേസിൽ 2 പേരെ പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. പൂതക്കുളം പഞ്ചായത്ത് ഓഫീസിന് സമീപം വ്യാപാര സ്ഥാപനത്തിനു മുന്നിൽ കടയുടമ വച്ചിരുന്ന ബുള്ളറ്റാണ് പ്രതികൾ മോഷ്ടിക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. താക്കോൽ വാഹനത്തിൽ തന്നെയുണ്ടായിരുന്നു. മറ്റൊരു വാഹനത്തിലെത്തിയ പ്രതികളിൽ ഒരാൾ പരിസരം നിരീക്ഷിച്ച ശേഷം ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് കടന്നുകളയാൻ ശ്രമിക്കുകയായിരുന്നു. ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങിയ ഉടമ പിന്തുടർന്ന് പിടികൂടാൻ ശ്രമിച്ചപ്പോഴാണ് 1-ാം പ്രതിയായ പാർത്ഥൻ കൈവശം കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് തലയിൽ കുത്തി പരിക്കേൽപ്പിച്ചത്. തുടർന്ന് വാഹനം ഉപേക്ഷിച്ച് സമീപത്ത് കാത്തുനിന്നിരുന്ന 2-ാം പ്രതിയായ സായി കൃഷ്ണനൊപ്പം രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ കേസെടുത്ത പരവൂർ പോലീസ് പരവൂർ പാരിപ്പള്ളി റോഡിലെ സ്ഥാപനങ്ങളിലും പെട്രോൾ പമ്പുകളിലും സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളിലേക്ക് എത്തിയത്. പ്രതികൾ ഉപയോഗിച്ച വാഹനം കാപ്പിൽ സ്വദേശിയുടേതാണെന്ന് കണ്ടെത്തി. തുടർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. 1500 രൂപയുടെ കൂപ്പൺ എടുത്താൽ 3300 സ്ക്വയർ ഫീറ്റ് വീടും 26 സെന്റ് സ്ഥലവും സമ്മാനം. കണ്ണൂർ കേളകം സ്വദേശിയായ പ്രവാസിയാണ് കടം വീട്ടാൻ സമ്മാന കൂപ്പണുമായി രംഗത്തിറങ്ങിയത്. കേരളത്തിലും വിദേശത്തും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ സമ്മാന കൂപ്പൺ എടുത്തു. സംഭവം കേരള ലോട്ടറി വകുപ്പ് അറിഞ്ഞതോടെ പ്രവാസിക്ക് പിടിവീണിരിക്കുന്നു. കേസിൽ കേളകം സ്വദേശി ബെന്നിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാങ്കിലെ വായ്പ അടയ്ക്കാനും ഭാര്യയുടെ ചികിത്സയ്ക്കും വേണ്ടിയാണ് ബെന്നി ഭാഗ്യപരീക്ഷണത്തിനിറങ്ങിയത്. ലോട്ടറി വകുപ്പിന്റെ ഇടപെടലിനെ തുടർന്നാണ് പോലീസിന്റെ നടപടി. ബാങ്കിൽ നിന്നും വായ്പയായി എടുത്ത തുക തിരിച്ചടയ്ക്കാനായിരുന്നു ലോട്ടറി മാതൃകയിൽ നിയമവിരുദ്ധമായുള്ള നറുക്കെടുപ്പിന് ബെന്നി നീക്കം നടത്തിയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ലോട്ടറി വകുപ്പിന്റെ പരാതിയിലാണ് പോലീസിന്റെ നടപടി. ദീർഘനാളായി വിദേശത്തായിരുന്ന ബെന്നി ബിസിനസ് തകർന്നതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത്. ഇതിനിടെ ഭാര്യ രോഗബാധിതയായതോടെ കടബാധ്യത കൂടി. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ വീടും സ്ഥലവും ഈടായി നൽകിയെടുത്ത 85 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനാണ് ആളുകളിൽ നിന്ന് പണം സമാഹരിച്ചുകൊണ്ടുള്ള സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് ആസൂത്രണം ചെയ്തത്. ഇതിനായി 1500 രൂപ നിരക്കിൽ 10000 കൂപ്പൺ അച്ചടിച്ചു. കേരളത്തിലും വിദേശത്തും ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് പദ്ധതിയിൽ അംഗമായത്. 1-ാം സമ്മാനമായി 26 സെന്റ് സ്ഥലവും 3300 സ്ക്വയർ ഫീറ്റ് വീടുമായിരുന്നു വാഗ്ദാനം. തുടർന്ന് 2, 3, 4 വിജയികൾക്ക് യഥാക്രമം യൂസ്ഡ് ഥാർ ജീപ്പ്, കാർ, ബുള്ളറ്റ് എന്നിവയും ഉറപ്പു നൽകി. ഏതാനും മാസങ്ങൾ കൊണ്ട് 9000-ഓളം കൂപ്പണുകൾ വിൽക്കാനായി. കടം തീർത്ത ശേഷം ബാക്കിയുള്ള പണത്തിന് ചെറിയൊരു വീട് വാങ്ങി താമസം മാറാനായിരുന്നു ബെന്നിയുടെ തീരുമാനം. കൂപ്പൺ വിറ്റ പണം കൊണ്ട് അടിയന്തരമായി തീർക്കേണ്ട ബാധ്യതകൾ തീർത്തതായും ബെന്നി പറയുന്നു. ആദ്യം ഇത് തുടങ്ങിയത് മാർച്ച് മാസം ലാസ്റ്റാണ്. അന്നേരം ഇതിൻ്റെ വെരിഫിക്കേഷനായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് വിളിച്ച് അന്വേഷിക്കുകയും ഇത് ജെന്യുവൻ ആണെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. അവരതിന് അനുമതി പോലെ ഓക്കെ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോയത്. അതിൻ്റെ ശേഷം ക്രൈംബ്രാഞ്ചിൽ നിന്നും പിന്നെ ഈ സ്റ്റേഷനിൽ നിന്നും എല്ലാം വിളിച്ച് ഇതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്നോട് മേടിച്ചിരുന്നു. അതെല്ലാം കൂടിയാണ് ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോയി ഇത്രത്തോടെ എത്തിച്ചത്. ഈ മാസം 20-നായിരുന്നു നറുക്കെടുപ്പ് തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച വാർത്ത പ്രാദേശിക ചാനൽ സംപ്രേഷണം ചെയ്തതോടെയാണ് അനധികൃത നറുക്കെടുപ്പ് കേരള ലോട്ടറി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പോലീസിൽ പരാതിയും നൽകി. ലോട്ടറി നിയമങ്ങളുടെ ലംഘനമാണ് കൂപ്പൺ പദ്ധതി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് നറുക്കെടുപ്പ് തടഞ്ഞത്. അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പ്രതിയുടെ വീട്ടിലെത്തിയ കേളകം പോലീസ് നിരവധി സമ്മാന കൂപ്പണുകളും കൗണ്ടർ ഫോയിലുകളും പിടിച്ചെടുത്തിരുന്നു. തുടർന്നുള്ള വിശദമായ ചോദ്യം ചെയ്യലിലാണ്
പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കണ്ണൂർ. പാലക്കാട് പട്ടാമ്പിയിൽ ലോട്ടറി കടയിൽ മോഷണം നടത്തി കള്ളന്റെ ഭാഗ്യപരീക്ഷണം. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ സൗമ്യ ലോട്ടറി ഏജൻസിയിലാണ് മോഷണം നടന്നത്. പണവും ലക്ഷങ്ങളുടെ ലോട്ടറി ടിക്കറ്റും മോഷണം പോയി. സ്ഥാപന ഉടമയുടെ പരാതിയിൽ പട്ടാമ്പി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സ്ഥലത്തെ സ്ഥിരം മോഷ്ടാക്കളെയും ഇതര സംസ്ഥാന തൊഴിലാളികളെയും കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. പട്ടാമ്പി ഗുരുവായൂർ റോഡിൽ റെയിൽവേ സ്റ്റേഷൻ റോഡ് ജംഗ്ഷന് സമീപത്തെ സൗമ്യ ലോട്ടറി ഏജൻസിയുടെ ഔട്ട്ലെറ്റിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം. ഞായറാഴ്ച രാവിലെ ജീവനക്കാരനെത്തി കട തുറക്കാൻ നോക്കിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. പൂട്ടുപൊളിച്ചാണ് മോഷണം നടത്തിയത്. കടയിൽ നിന്നും 5 ലക്ഷത്തോളം രൂപയുടെ ലോട്ടറി ടിക്കറ്റുകളും 10,000-ഓളം രൂപയും നഷ്ടമായതായാണ് വിവരം. സ്ഥാപന ഉടമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മണം പിടിച്ച് പോലീസ് നായ പട്ടാമ്പി പാലം വരെ പോയി തിരിച്ചുവന്നു. ന്യൂസ് 18 പട്ടാമ്പി. തിരുവനന്തപുരം ബാലരാമപുരത്ത് പട്ടാപ്പകൽ പോലും കള്ളന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് നാട്ടുകാർ. വീട്ടുകാർ ജോലിക്ക് പോകുന്ന സമയത്താണ് കവർച്ച. ബാലരാമപുരം മംഗലത്ത് കോണത്തെ വീട്ടിൽ നിന്ന് 3.5 ലക്ഷം രൂപയും 2 പവൻ സ്വർണ്ണാഭരണങ്ങളും കവർന്നു. വീടുമായി അടുപ്പമുള്ളവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. പ്രതികളുടൻ പിടിയിലാകുമെന്ന് പോലീസ് പറയുന്നു. ബാലരാമപുരം മംഗലത്തുകോണം സ്വദേശി ഗംഗന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഈ സമയം ഗംഗൻ ജോലിക്ക് പോവുകയും ഭാര്യ കുട്ടികളുമായി സ്കൂളിൽ പോവുകയും ചെയ്തിരുന്നു. ഭാര്യയും കുട്ടികളും ഉച്ചയ്ക്ക് ശേഷം തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് വീടിന്റെ വാതിൽ കുത്തിത്തുറന്ന നിലയിൽ കാണപ്പെട്ടത്. വീടിനുള്ളിലെ അലമാര കുത്തിത്തുറന്ന് അതിൽ സൂക്ഷിച്ചിരുന്ന വസ്ത്രങ്ങൾ വാരി വലിച്ചെറിഞ്ഞ നിലയിലാണ്. മുറിയിലെ മേശ കുത്തിത്തുറന്ന് 2 പവൻ സ്വർണ്ണാഭരണങ്ങളും 3.5 ലക്ഷം രൂപയും മോഷ്ടാവ് അപഹരിച്ചു. ബാലരാമപുരം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലം പരിശോധിച്ചു. പ്രതികൾ ഉടൻ പിടിയിലാകുമെന്ന് ബാലരാമപുരം പോലീസ് അറിയിച്ചു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയാഘോഷത്തിനിടെ പലയിടങ്ങളിലും അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. എന്നാൽ വടക്കൻ കേരളത്തിൽ 2 മുന്നണികളിലെയും പ്രവർത്തകർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയും പാർട്ടി ഓഫീസുകൾക്ക് നേരെ പോലും ആക്രമണം ഉണ്ടാവുകയും ചെയ്യുന്നു. പെരിന്തൽമണ്ണയിൽ പാർട്ടി ഓഫീസുകൾക്ക് നേരെ കല്ലേറുണ്ടായതിനെ ചൊല്ലി CPM മുസ്ലിം ലീഗ് നേർക്കുനേർ പോരാനുണ്ടായത്. UDFന്റെ വിജയാഘോഷത്തിനെത്തിയവരാണ് ആക്രമണത്തിന് തുടക്കമിട്ടതെന്ന് CPM ആരോപിക്കുമ്പോൾ വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് പോലെയുള്ള കള്ളപ്രചാരണമാണിതെന്നാണ് UDFന്റെ മറുപടി. UDFന്റെ വിജയാഘോഷത്തിനിടെ മുസ്ലിം ലീഗ് പ്രവർത്തകർ CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ കല്ലെറിഞ്ഞുവെന്നാണ് CPMന്റെ ആരോപണം. തുടർന്ന് LDF പ്രവർത്തകർ നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് ലീഗ് ഓഫീസിന് നേരെ കല്ലേറുണ്ടായത്. സ്ഥലത്തെത്തിയ MLA നജീബ് കാന്തപുരം അടക്കമുള്ള UDF നേതാക്കൾ റോഡ് ഉപരോധിക്കുകയും ഹർത്താൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ മണിക്കൂറുകൾക്കകം മുസ്ലിം ലീഗ് ഓഫീസിന് കല്ലെറിഞ്ഞ 5 LDF പ്രവർത്തകരെ പോലീസ് പിടികൂടിയതോടെ
ജനങ്ങളുടെ ബുദ്ധിമുട്ട് മുൻനിർത്തി ഹർത്താലിൽ നിന്ന് പിന്മാറുകയാണെന്ന് UDF പ്രഖ്യാപിച്ചു. CPM ഓഫീസിന് നേരെ UDF ആക്രമണമുണ്ടായി എന്നത് വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് പോലെയുള്ള കള്ളപ്രചാരണമാണെന്നും MLA നജീബ് കാന്തപുരം. വളരെ ഗൂഢാലോചന നടത്തി ഒരു കാഫിർ സ്ക്രീൻഷോട്ട് പണ്ട് ഉണ്ടാക്കിയ പോലെ ഒരു ഗൂഢാലോചന നടത്തി ഒരു വ്യക്തി ഫേസ്ബുക്കിൽ ഒരു പച്ച നുണ പ്രചരിപ്പിച്ചു. CPMൻ്റെ ഓഫീസിന് നേരെ കല്ലേറുണ്ടായി എന്നതായിരുന്നു ആ നുണ. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, CPMൻ്റെ ഓഫീസിന് നേരെ കല്ലേറുണ്ടാകണമെങ്കിൽ ആ CPMൻ്റെ ഓഫീസിൻ്റെ പരിസരത്തേക്ക് ഏതെങ്കിലും ഒരു പ്രവർത്തകനെങ്കിലും പോകുന്നൊരു സാഹചര്യം ഉണ്ടാവണം. അതുണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരമൊരു നുണപ്രചരണത്തിൻ്റെ ഭാഗമായിട്ട്, അത്തരമൊരു കള്ളപ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് CPM ഒരു വലിയ ഗൂഢാലോചന നടത്തി ആളുകളെ വിളിച്ചു ചേർക്കുകയാണ്. എന്നാൽ വസ്തുതകൾ മറച്ചുവെച്ച് MLA കള്ളം പറയുകയാണെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിശദീകരണം. പാർട്ടി ഓഫീസിന് നേരെ കല്ലേറുണ്ടായപ്പോൾ പ്രവർത്തകർ സംഘടിച്ചു. പ്രതിഷേധത്തിൽ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടായി എന്നത് വസ്തുതയാണ്. പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാതെ വഷളാക്കാനാണ് MLA ശ്രമിച്ചതെന്നും V ശശികുമാർ ആരോപിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പെരിന്തൽമണ്ണയിലെ CPM ഓഫീസിന് നേരെ ഒരു ആക്രമണം ഉണ്ടാവുന്നത്. ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സംഭവം പെരിന്തൽമണ്ണയിൽ ഇല്ല. ഒരു പാർട്ടി ഓഫീസും മറ്റൊരു പാർട്ടിക്കാർ കയ്യേറുന്നതോ അക്രമം നടത്തുന്നതോ, ഞങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം അത്ര ശക്തമാണ് പെരിന്തൽമണ്ണയിൽ. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പൊതുബന്ധം, ജനാധിപത്യപരമായ ബന്ധം. അപ്പോൾ ഈ വാർത്ത ഞങ്ങളെ ഞെട്ടിച്ചു. ഞാനൊക്കെ ഈ വാർത്ത അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നത് മറച്ചു വെച്ചാണ് പെരിന്തൽമണ്ണ MLA ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. അതായത് ഒരു കെട്ടിച്ചമച്ച കഥയാണ് ഇവിടെ ഉണ്ടായ ആക്രമണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ വസ്തുതകൾ മറച്ചു വെക്കാൻ ഒരു ജനപ്രതിനിധിക്ക്, അതും പെരിന്തൽമണ്ണയിലെ ഒരു MLAക്ക് കഴിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഞാൻ രണ്ടും അംഗീകരിച്ചിട്ടുണ്ട്. രണ്ട് സംഭവം നടന്നിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ ഒരു ഫലമാണ് പെരിന്തൽമണ്ണയിൽ നടന്ന പ്രകടനം. അതിനെന്തിനാ മറച്ചു വെക്കുന്നത്? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ നഗരസഭ ഭരണം ഇടതുപക്ഷത്തിന് നഷ്ടമായിരുന്നു. 30 വർഷത്തിനു ശേഷമാണ് പെരിന്തൽമണ്ണ നഗരസഭ UDF വിജയിക്കുന്നത്. ഇതിന്റെ വിജയാഘോഷത്തിനിടെയാണ് പാർട്ടി ഓഫീസുകൾക്ക് നേരെ കല്ലേറടക്കമുള്ള അനിഷ്ട സംഭവങ്ങൾ നടന്നത്. ന്യൂസ് 18 മലപ്പുറം. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയം തൊഴിലാക്കി ജീവിക്കുന്നവരുണ്ട്. ഒരു ജനപ്രതിനിധിയായാൽ പിന്നെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് ചിലരുടെ ലക്ഷ്യം. അതിനായി കിട്ടുന്നതെല്ലാം കക്കും. ആലപ്പുഴ കായംകുളത്ത് വ്യാപാരി വ്യവസായി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ നഗരസഭാ കൗൺസിലറെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കായംകുളം കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപമായും ചിട്ടിയായും നിരവധി ആളുകളിൽ നിന്നും 1 കോടിയിലധികം രൂപ തട്ടിയെടുത്ത കേസിലാണ് കായംകുളം നഗരസഭാ കൗൺസിലർ നുജുമുദ്ദീൻ ആലമുട്ടിൽ അറസ്റ്റിലായത്. 2020 മുതൽ 2024 വരെയും വ്യാപാരി വ്യവസായി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്നു നുജുമുദ്ദീൻ. ആ കാലയളവിൽ നടന്ന തട്ടിപ്പിലാണ് നൂർനാട് പോലീസിന്റെ നടപടി. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകുമെന്ന് അഴിമതിക്കാരായ എല്ലാ രാഷ്ട്രീയക്കാരും ചിന്തിക്കുന്നത് നല്ലതാണ്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.